പറ എല്ലാരോടും പറ പോവാന്ന് പറ ഖത്തറേ പിന്നെ കാണാന്ന് പറ തുത്ത് കൊണ്ടാക്കാൻ വരണ്ട മാമ ചാച്ചി ചീത്ത പറയുമെന്ന് പാടൂരല്ലേ നീ ഖത്തറേ പോവാണ് ടാറ്റ പറ അവരോട് പറ കൊറേ നാള് കഴിഞ്ഞിട്ട് കാണാന്ന് പറയിനി ബായ് പറ കല്ലു എങ്ങടെ പോണേ ഖത്തറിൽ പോവാ. അങ്ങനെ ഈ ഇടയായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കണ ഏറ്റവും വലിയ ചോദ്യമാണ്, നിങ്ങൾ ഖത്തറിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? യൂട്യൂബിലൊക്കെ കമന്റോട് കമന്റ്. 5 മാസമായില്ലേ, ഓണം കൂടാൻ വന്നതല്ലേ, തിരിച്ചു പോകണമൊന്നുമില്ലേ ഖത്തറിലേക്ക്? അങ്ങനെ ആ ടൈം വന്നെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഖത്തറിലേക്ക് പോവാണ് ഗൈസ്. ഇങ്ങനെയാണോ അവിടെ കൂടുതൽ പഠിക്കുക? ആ പോണ്ട്. ഈ കളിച്ചു ചിരിക്കണതൊന്നും നോക്കണ്ട, ആൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. മമ്മൂനെയും അച്ചാച്ചനെയും ഒക്കെ വിട്ടുപോണേല് ആൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. നീ മമ്മൂന്റെ കൂടെ പൊക്കോ, ഞാനും അച്ഛനും ഖത്തറിൽ പോവാം. വേണ്ട, കല്ലിന് കൊണ്ടോ? അവര് കൊണ്ടുപോയില്ലേ? ഞങ്ങള് പോവാട്ടാ, ഞങ്ങള് പോവാ. ബായ്. മോൻ പോണില്ലേ അവരുടെ കൂടെ? പിന്നെ ആരുടെ കൂടെ വരുന്നേ? മാമൂച്ചിന്റെ കൂടെ വരണ്ടടാ. ജനുവരിയിൽ, അടുത്ത ജനുവരിയിൽ. ഇപ്പില്ല, അപ്പൊ മമ്മൂന് ടാറ്റ കൊടുത്തിട്ട് നമ്മള് പോവാൻ പോവാ. തരാൻ വന്നതല്ലേ കല്ലുവിന്, ബായ് പറയാൻ വന്നതാ. കല്ലോ ഖത്തറിൽ ചെന്നാ എന്താ? ഞാൻ ഖത്തറിലേക്ക് ഒരു സാധനം തന്നേക്കുണ്ടല്ലോ കല്ലൂന്. അതൊക്കെ പെട്ടിയിലാക്കിണ്ടല്ലോ മോനെ, അവിടെ പോയി തിന്നോളൂ കേട്ടാ. വാശി പിടിക്കരുത് കേട്ടാ, കുറുമ്പ് കാണിക്കരുത് കേട്ടാ. പോവാന്ന് പറയ് കല്ലു, പോവാന്ന് പറയ്, പോവാട്ടാ പറയ്. ഖത്തറിൽ പോവാന്ന് പറയ്. വെറുതെ 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറയും. അച്ഛൻ്റെ കളിപ്പാട്ടോ കേട്ട് വരാ പറയും. എന്ത് കളിപ്പാട്ടാ വേണ്ടേ ചോദിച്ചേക്ക് അച്ഛനോട്. ബച്ചണ ബച്ചണ. പോവാ പറയ്. കരഞ്ഞതല്ല, കണ്ണിന് പൊടി പോയാ. ഞാൻ അടുത്ത വർഷം വരാൻ ജനുവരിയിൽ വരാൻ. അച്ഛേ പോയിട്ട് വരാട്ടാ, മാമിക്ക് പോയിട്ട് വരാട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പഴേക്കും അച്ഛൻ അംഗൻവാടി പോവോ?
ടച്ചുവാ കണ്ണു കുടിക്കണട്ടാ വായോ പഠിക്കാൻ പോക്കോളോട്ടെ അമ്മക്കും കല്ലോ ബായ് എന്ന് പറഞ്ഞാളെ കല്ലോ അച്ഛനോട് പറഞ്ഞു അച്ചു ടാറ്റ പറഞ്ഞാളെ ടാറ്റ കൊടുക്ക അച്ചു അച്ഛൻ ടാറ്റ കൊടുത്തേ കല്ലൂന് ബൈ പറഞ്ഞേ അറിയില്ല കണ്ണില് പൊടി പോയത് കണ്ണില് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളെ കൊണ്ടാക്കാനായിട്ട് കല്ലുവിൻ്റെ പാപ്പനും മാമിയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് കറക്റ്റ് 4:30 ആയിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു 11 മണിയോട് കൂടി ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങിയിട്ടോ. ഞങ്ങളുടെ ഫ്ലൈറ്റിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ. അപ്പം ശരി, ബൈ ബൈ. ശരി, ഇപ്പോൾ വന്നിട്ട് കാണാം. ഫ്ലൈറ്റ് യാത്ര ഇഷ്ടമില്ലാത്തത് തന്നെ ഈ ഒരു കാത്തിരിപ്പാണ് കേട്ടോ. ഭയങ്കര വെയിറ്റിംഗ് അല്ലേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ 3 മണിക്കൂറോളം ഉണ്ട് കേട്ടോ ഈ എയർപോർട്ടിലേക്ക്. പിന്നെ ഈ തിരക്കും പറയണ്ടല്ലോ. ഈ നിരന്ന് നിൽക്കുന്ന ആനക്കുട്ടന്മാരെ കണ്ടപ്പോൾ കല്ല് ഹാപ്പിയാണ് കേട്ടോ. അവൾ അതിനെയൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് നടക്കായിരുന്നു അവിടെ. എന്താ കണ്ട കല്ലിന്? പ്ലെയിനാ? ഖത്തറിൽ പോവാല്ലേ? മമ്മൂനെ വിളിച്ചാലോ വീഡിയോ കോള്? എന്താണ് ഇങ്ങനെ സംസാരിക്കണ കല്ലോ? നമുക്ക് തന്നെ ബോറടിക്കണു ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് സ്നാക്സ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ ഞാനതൊക്കെ കൊടുത്ത് കുറേയൊക്കെ ടൈം അവളെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ സംഭവം എന്നല്ലേ, എയർപോർട്ടിൽ ഇരുന്നിട്ടും എൻ്റെ ഏട്ടന് വർക്ക് തന്നെയാണ് കേട്ടോ. അവരുടെ വിഷമം അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ.
പോസ്റ്റത്തിൽ പോണത്. കല്ല് എങ്കട പോണോ? ഫ്ലൈറ്റിലേക്കുള്ള ടൈമായിട്ടോ. അങ്ങോട്ടുള്ള യാത്രയാണത്. പറഞ്ഞതുപോലെ 100-110 എന്ന് പറഞ്ഞിട്ടാണ് കല്ല് പോണത്. ഭയങ്കര ഇഷ്ടമാണ് ഫ്ലൈറ്റിൽ കയറാൻ. എന്താവും അവിടെ ചെന്നിട്ടുള്ള അവസ്ഥ എന്നുള്ളത് എനിക്കിപ്പോൾ തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. കയ്യിലെത്തി ഉറക്കം. നമുക്ക് ഫ്ലൈറ്റിൽ എന്താ കഴിച്ചതെന്ന് നോക്കിയാലോ. കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ 2 സാൻഡ്വിച്ചസും ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കല്ലൂന് അവിടെ നിന്ന് ഫ്രൂട്ട് ബ്രെഡായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫ്രൂട്ട് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലത്തെ ടൂട്ടി ഫ്രൂട്ടിയാണ് അവളുടെ ലക്ഷ്യം. അത് മാത്രമേ അതിൽ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഖത്തറിലെത്തിയിരിക്കുകയാണ്. 5 മാസത്തെ വെക്കേഷന് ശേഷമാണ് വന്നത്. ഖത്തർ ലൈഫ് ഇനി ആദ്യം മുതൽ തുടങ്ങണം എന്നുള്ളൊരു സ്റ്റേജിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇനി അടുത്ത വെക്കേഷൻ വരെ നമുക്ക് ഓർക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള ഒരു മെമ്മറി ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്.
നാട്ടിലായപ്പോഴായാലും കല്ലുവിനെ സ്നേഹിക്കുന്നവർ ഒത്തിരി പേര് എവിടെ പോയാലും ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു. അതുപോലെ തന്നെയുള്ള സ്നേഹം ഞങ്ങൾക്ക് ഇനിയും തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇനിയും വീഡിയോസ് ഇടും. നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഖത്തറിലെത്തിയാ 2 ദിവസം ഉണ്ടാവും. കല്ലുവിൻ്റെ അധോലോകം എത്തിയില്ലേ? ഈ കസേരയാ ഇതൊക്കെ ഇവിടെ നടന്നതാ, മറന്നുപോയില്ലേ? 5 മാസം നാട്ടിൽ നിന്നപ്പോ മറന്നുപോയി. അല്ലാതെ എന്റെ കുട്ടി നമ്മുടെ തലോടാ, നമ്മളെ കസേര. ശരാ എല്ലാ കുരുത്തക്കേടും പഠിച്ച് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ അതൊക്കെ പ്രയോഗിക്കാൻ പോണല്ലേ കല്ലോ? അല്ലേ? ഈ ഒഴുകല്ലേ പൊന്നാ.